പുതുവത്സര ദിനത്തിൽ ISROയോടൊപ്പം പുതുചരിത്രം കുറിച്ചിരിക്കുകയാണ് പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വനിതാ രത്നങ്ങൾ. കോളേജിലെ അധ്യാപികമാരും വിദ്യാർത്ഥിനികളും ചേർന്നൊരുക്കിയ വിസാറ്റ് ഉപഗ്രഹവും വഹിച്ചുകൊണ്ട് PSLV C-58 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഉയർന്നു പൊങ്ങിയത് കേരളത്തിന്റെ അഭിമാനമായി മാറി. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ PSLV C-58 വിക്ഷേപണം വിജയകരമായപ്പോൾ അത് തിരുവനന്തപുരത്തെ ഒരു കൂട്ടം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് അഭിമാന നിമിഷമായിരുന്നു. തിരുവനന്തപുരം പൂജപ്പുരയിലുള്ള ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമനിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ച ഒരു ഉപകരണവും PSLV C-58 റോക്കറ്റിലുണ്ടായിരുന്നു. ISROയുടെ PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂളിലെ വിസാറ്റ് എന്ന സാങ്കേതിക വിദ്യയാണ് വിദ്യാർത്ഥികൾ വികസിപ്പിച്ചത്. ഭൌമോപരിതലത്തിലെ അൾട്രാവയലറ്റ് വികിരണം അളക്കുന്നതിന് വേണ്ടിയുള്ളതാണ് വിസാറ്റ്. ഇത് കാലാവസ്ഥാ വ്യതിയാന പഠനങ്ങൾക്കും ആരോഗ്യ അപകട സാധ്യത വിലയിരുത്തലുകൾക്കും വിലപ്പെട്ട ഡാറ്റ നൽകും. ഇന്ന് നമ്മുടെ വിസാറ്റ് മിഷൻ സക്സസ്ഫുള്ളി ലോഞ്ച് ആയതിൽ ഐ ഫീലിംഗ് എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് പ്രൗഡ്. 5 വർഷമായിട്ട് നമ്മുടെ സീനിയേഴ്സിൽ നിന്ന് തുടങ്ങി നമ്മുടെ ബാച്ചിന് ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് ആലോചിക്കുമ്പോൾ അത് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് സ്പേസ് സയൻസ് തന്നെ വുമണിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി നമുക്ക് ഈ മിഷനിലൂടെ. ആൻഡ് നമ്മുടെ വിസാറ്റ് എന്ന് പറയുന്നത് ഒരു സെൽഫ് പവർഡ് ആയിട്ടുള്ള പേലോഡ് ആയതുകൊണ്ട് തന്നെ ഹീറ്റ് ഷീൽഡ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഡാറ്റ കിട്ടാൻ തുടങ്ങി. ആൻഡ് ഈ ഡാറ്റ യൂസ് ചെയ്ത് നമുക്ക് ഈ ഫർദർ സ്റ്റഡീസ് ചെയ്യണമെന്നാണ് ആഗ്രഹം. വിമൻ എഞ്ചിനീയർഡ് സാറ്റലൈറ്റ് എന്നാണ് വിസാറ്റിന്റെ പൂർണ്ണ രൂപം. രാജ്യത്ത് പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമാണിത്. 5 വർഷ കാലയളവിൽ കോളേജിലെ 150ഓളം വിദ്യാർത്ഥിനികൾ ചേർന്ന് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഡോക്ടർ ലിസി എബ്രഹാമിന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്തതാണ് വിസാറ്റ്. വിദ്യാർത്ഥികളുടെ ഇങ്ങനെയുള്ള സംരംഭങ്ങൾക്ക് ISRO പിന്തുണ നൽകുമെന്നറിഞ്ഞ കോളേജിലെ സ്പേസ് ക്ലബ്ബാണ് സംരംഭത്തിന് തുടക്കമിട്ടത്. ഞങ്ങളുടെ ടീം നിർമ്മിച്ച വിസാറ്റ് വിമൻ എഞ്ചിനീയർഡ് സാറ്റലൈറ്റ് എന്ന പേലോഡാണ് ഇന്നത്തെ PSLV C-58 മിഷനിൽ ലോഞ്ചായ വൺ ഓഫ് ദ പേലോഡ്സ്. ആൻഡ് ഞങ്ങളുടെ സീനിയേഴ്സ് ഉൾപ്പെടെ 150ഓളം പേര് വരുന്ന ഒരു സംഘമാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ ഒരു പേലോഡിന്റെ രൂപകൽപ്പന ചെയ്തത്. ഇതിന്റെ ടെസ്റ്റിംഗ് ഫേസ് VSCയിലും ശ്രീഹരിക്കോട്ടയിലുമായിട്ടാണ് കഴിഞ്ഞ ഒരു മാസത്തിനകം നടന്നത്. വിക്ഷേപണം നേരിട്ട് കാണാൻ കോളേജിലെ 40ഓളം കുട്ടികളും അധ്യാപകരും ശ്രീഹരിക്കോട്ടയിലെത്തിയിരുന്നു. ഇസ്രോ ചെയർമാൻ ഡോക്ടർ S. സോംനാഥ്, ജയകുമാർ എന്നിവർ വിജയകരമായ വിക്ഷേപണത്തിന് ശേഷമുള്ള സന്ദേശത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമായി വിസാറ്റിനെ പ്രത്യേകം പരാമർശിച്ചു. 2001 സ്ഥാപിതമായ LBS ITW കേരളത്തിലെ ആദ്യ വനിതാ എഞ്ചിനീയറിംഗ് കോളേജാണ്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.